ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തലേന്ന് 2 ഗ്ലാസ് അരി പൊതിർത്തി വെച്ചതിന് ശേഷം രാവിലെ കഴുകി വൃത്തിയാക്കി നമുക്ക് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയും 1 തവി ചോറും ഇട്ടതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് നന്നായി അരച്ചെടുക്കുക. നല്ല മിനുസമായിട്ട് തന്നെ അരച്ചെടുക്കണം. നീർദോശേനെക്കാട്ടി കുറച്ച് കട്ടി വേണം. നീർദോശ നമ്മൾ നേരിയതായിരിക്കും, അതിൽ കുറച്ച് കട്ടിയായിട്ട് ഇപ്പോൾ കാണിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കുറച്ച് ഉപ്പും ഇട്ട് നമുക്ക് ഇഡ്ഡലി ചെമ്പ് അടുപ്പത്തേക്ക് വെക്കുക. അടുപ്പത്ത് വെച്ചതിന് ശേഷം എനിക്ക് തട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ആ തട്ട് കമിച്ച് വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് പ്ലേറ്റ് നല്ലപോലെ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ തടവിയതിന് ശേഷം നമുക്കൊരു തവി മാവ് ഒഴിച്ച് അത് വേവാൻ കാത്തിരിക്കുക. 5 മിനിറ്റേ വേണ്ടൂ അത് വെന്ത് കിട്ടുക. അത് വെന്തതിന് ശേഷം അടുത്ത ലെയർ ഒഴിക്കുക. നല്ലപോലെ വെളിച്ചെണ്ണ നല്ലപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് തന്നെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ തന്നെ ഒഴിച്ചെടുക്കണം. എന്നാൽ മാത്രമേ അത് നമുക്ക് അടുത്ത ലെയർ ഒഴിച്ച് അത് ലെയറായി നമുക്ക് എടുക്കാൻ കിട്ടുള്ളൂ. ആ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ലെയർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത തവി ഒഴിച്ച് അതുപോലെ തന്നെ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ തന്നെ തടവി ഓരോ ലെയറായി ഒഴിക്കുക. ഞാനിപ്പോൾ 5 ലെയറാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 ലെയറും കൂടി ഒഴിക്കുക. വലിയ പ്ലേറ്റ് ആണെങ്കിൽ എൻ്റെ ചെറിയ പ്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ 5 ലെയർ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ 5 മിനിറ്റേ വേണ്ടൂ അത് വെന്തെടുക്കാൻ. നേരിയതായതുകൊണ്ട് വേഗം വെന്ത് വരും. ഇപ്പോൾ ഇത് ഒരുമിച്ചായതുകൊണ്ട് നമുക്ക് 2-3 പേർക്ക് കഴിക്കാം. ഒറ്റ ട്രിപ്പിൽ തന്നെ 2-3 പേർക്ക് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല ഇളനീർ മുറിച്ച് തിന്നുന്ന പോലെ ഉണ്ടാവും. നമ്മൾ ഇളനീറിൻ്റെ ആ പാടി ഉണ്ടാവില്ല, അത് മുറിച്ചെടുക്കുന്ന പോലെ ഉണ്ടാവും. നല്ല ടേസ്റ്റി അപ്പാണ്. ഇതിലാണെങ്കിൽ ഈസ്റ്റ് വേണ്ട, അപ്പക്കാരം ഒന്നും വേണ്ട. നല്ല എന്താ പറയണ്ടേ, ലെയറായി നമുക്ക് എടുത്ത് നേരിയ ദോശ ആയതുകൊണ്ട് എത്ര വേണമെങ്കിലും തിന്നാം. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. കറിയും വേണ്ട, പഴവും ഒന്നും വേണ്ട. നല്ല മധുരമുള്ളതുകൊണ്ട് നല്ല രസത്തിൽ തന്നെ തിന്നാൻ പറ്റും. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.